ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഡാർക്ക് ഫാൻറ്റസി വെച്ചിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമുക്ക് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഇത് 4 ആഡ് ചെയ്ത ശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ അരിപ്പയിലൂടെ തന്നെ ഒന്ന് അഴിച്ചെടുക്കുകയും ചെയ്യണം. ഇപ്പോൾ ഇതിനെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്ത ശേഷം ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. ഇനി കേക്കിലേക്കുള്ള ബട്ടർ മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് 2 ടേബിൾ സ്പൂണും പാലെടുത്തതിലേക്ക് 1/4 ടീസ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമ്മൾ മുട്ടയെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് ബീറ്റായി വരുമ്പോൾ ഇതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ പൊടിക്കാത്ത പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ട് 1/2 കപ്പാണ് ആഡ് ചെയ്യുന്നത്. പൊടിച്ചതാണെങ്കിൽ നമുക്ക് 1 കപ്പ് വരെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര കുറേശ്ശെ ഇട്ടിട്ട് നമ്മൾ ഇതിനെ ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര മുഴുവൻ ഇതിൽ അലിയണം. അതുവരെ നമ്മൾ ഇതിനെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓയിൽ ആഡ് ചെയ്ത ശേഷം ഇതിനെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ബട്ടർ മിൽക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. കേക്കിൻ്റെ ബാറ്ററി ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബേക്ക് ചെയ്യുന്ന ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 30 മിനിറ്റ് ഇതിനെ ബേക്ക് ചെയ്തെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ക്രീം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി കേക്കിനെ ലെയറായി മുറിക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ക്രീമിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ക്രീമിന് മുകളിലായിട്ട് ഞാൻ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡാർക്ക് ഫാൻറ്റസിൻ്റെ ബിസ്ക്കറ്റ് തന്നെയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് അടുത്ത ലെയർ കേക്ക് വെക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെറിയ രീതിയിലൊരു ക്രം കോട്ടിങ് ചെയ്താൽ മതി. ഫുള്ള് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കവർ ചെയ്യണമെന്നില്ല. ഇതിന് മുകളിലായിട്ട് നമ്മൾ ചെറിയ രീതിയിലൊരു ചോക്ലേറ്റ് ഗനാഷാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഗനാഷ് തയ്യാറാക്കുന്നത് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് കട്ട് ചെയ്യുക. അതിലേക്ക് ചൂടാക്കിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ ചോക്ലേറ്റിനെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ തന്നെ ഇതിനെ ഒഴിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കണം. ഇനി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനെ ഡിസൈൻ ചെയ്തെടുത്താൽ മതി. ഇതിന് മുകളിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പീസ് ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇനി മറ്റ് ബിസ്ക്കറ്റ് ഇതിനൊന്ന് ചാരി വെച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ചോക്ലേറ്റ് ഗണേഷിൻ്റെ ബാക്കി ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് വരച്ചെടുക്കണം. ഇപ്പോൾ നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ ഈ ഗണേഷ് വെച്ചിട്ട് തന്നെ
സ്മൈലൊക്കെ ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർ ഡിസൈനിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. താങ്ക് യു.